കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ അനുദിനം നയിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ ആർ രക്ഷിക്കും? ഈ ലോകത്തിൽ ശക്തന്മാരായിരിക്കുന്ന അനേകർ നമ്മുടെ നടുവിലുണ്ട്. ബലവാന്മാർ, കുലീനന്മാർ, ശക്തന്മാർ, അഭ്യാസികൾ, അങ്ങനെയുള്ള നിരവധി ആളുകൾ നമ്മുടെ നടുവിലുണ്ട്. എന്നാൽ ഒരു കൂട്ടം ശത്രുക്കൾ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന ജനത്തെ നശിപ്പിക്കുവാൻ കടന്നു വരുന്ന വേളയിൽ, അല്ലെങ്കിൽ ദൈവമായിട്ട് അവരെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സന്ദർഭമാണവിടെ. ഈ ജനത്തെ നശിപ്പിക്കുവാൻ കടന്നു വരുന്ന വേളയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീക്ഷയാകുന്ന ദൈവത്തിൻ്റെ പെട്ടകം അവർ ഈ യുദ്ധക്കളത്തിലെടുത്തു. യുദ്ധക്കളത്തിൽ ദൈവത്തിൻ്റെ പെട്ടകം വന്നപ്പോൾ ഇസ്രായേൽ താഴ്വരയിൽ വലിയ ആർപ്പുളവായി. ഈ ആർപ്പിൻ്റെ ഒച്ച എന്താണെന്ന് പരിശോധിച്ച ഫിലിസ്ത്യർക്ക് കാര്യം മനസ്സിലായി. ദൈവം അവരുടെ കൂടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. പലപ്പോഴും ദൈവം നമ്മുടെ കൂടെ വെളിപ്പെടുമ്പോൾ ഒരു ആർപ്പിൻ്റെ ശബ്ദം നമ്മിലുളവാകും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ശത്രുക്കൾ നമ്മെ തകർക്കുവാനാണ്. അവൻ രക്ഷപ്പെടത്തില്ല. സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞു, അവനൊരു ദുർവ്യാധി പിടിച്ചു, ഇനി അവൻ എഴുന്നേൽക്കുകയില്ലെന്ന് എന്നെക്കുറിച്ച് എൻ്റെ ശത്രുക്കൾ പറയുന്നു. 3-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ, യഹോവയുടെ വൈരികൾ എത്ര പെരുകി, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്നെൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ശത്രുക്കൾ പറയുക, അവന് രക്ഷയില്ല, അവൻ രക്ഷപ്പെടത്തില്ല, അവൻ രക്ഷപ്പെടുന്നെന്ന് കാണട്ടെ എന്ന് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു. എന്നാൽ അതിന് വ്യത്യസ്തമായി നാം പരിശോധിക്കുമ്പോൾ ഇവിടെ ശത്രുക്കൾ പറയുകയാണ്, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ കടന്നു വന്ന ഫിലിസ്ത്യർ പറയുന്നൊരു വാക്കുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, നമുക്കയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല, നമുക്കയ്യോ കഷ്ടം, ശക്തിയുള്ള ഈ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ ആർ രക്ഷിക്കും? മിസ്രയീമിലെ മരുഭൂമിയിൽ സകലവിധ ബാധകളാലും ബാധിച്ച ദൈവം ഇത് തന്നെ. ഫിലിസ്ത്യർക്ക് മനസ്സിലായി, അവരുടെ ദൈവം അവരുടെ മണ്ഡലത്തിൽ വന്നു കഴിഞ്ഞു. ആ ബലമേറിയ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതാര്? ഒരിക്കൽ ദാനിയേൽ പ്രവചന പുസ്തകം നാം പരിശോധിക്കുമ്പോൾ അവിടുത്തെ രാജാവ് ഒരു പ്രഖ്യാപനം നടത്തി, ജീവനുള്ള ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ രാജാവ് ചോദിക്കുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇറങ്ങി വരട്ടെ എന്നാണ് രാജാവിൻ്റെ ചോദ്യം. എന്നാൽ ആ ചോദ്യത്തിന് ദൈവം മറുപടി കൊടുത്തു. ദൈവം നേരിട്ട് ഇറങ്ങി വന്ന തീയിൽ നിന്ന് വിടുവിക്കുകയാണ് ജനത്തെ. അപ്പോൾ രാജാവ് പറഞ്ഞൊരു ഭാഗമുണ്ട്, ഇതാ ജീവനുള്ള ദൈവം. അദ്ദേഹം പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, നമ്മൾ 3 പേരെ ആ തീയിലേക്ക് ഇട്ട് ദഹിച്ചു പോകാൻ, എൻ്റെ വിധി അനുസരിക്കാത്തവർക്ക് ആ ശിക്ഷ വന്നത്. പക്ഷേ അവർ 4 പേരാണല്ലോ ഇപ്പോൾ തീക്കകത്തുകൂടെ നടക്കുന്നത്. കാരണം ഒരുവൻ്റെ മുഖം ദൈവപുത്രനോട് സദൃശ്യം. അപ്പോൾ രാജാവ് കണ്ടു, ഇവിടെ തികച്ചും വ്യത്യസ്തമാണ്. ഫെലിസ്ത്യർ ഭയപ്പെടുകയാണ്. അവർ പറയുന്നു, ഈജിപ്തിൽ ഈ ദൈവം സകല ബാധകളാലും ആ ജനത്തെ പിടിച്ചത് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും ആർ രക്ഷിക്കും? എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ ശത്രുക്കൾ ദൈവം നിൻ്റെ മധ്യത്തിൽ എഴുന്നള്ളി വന്നത് അവർ അനുഭവിക്കുമ്പോൾ, നീ ഒരു വാക്കും മിണ്ടാതെ, നീ ഒരു അമ്പും എടുക്കാതെ, നീ ഒരാളെ കൂടെ കൂട്ടത്തിൽ നിർത്താതെ, അവർ തന്നെ മനസ്സിലാക്കും, അയ്യോ, ഈ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെങ്ങനെ രക്ഷപ്പെടും? ഇന്ന് പകൽ അല്ലെങ്കിൽ രാത്രിയിൽ ഈ സന്ദേശം ഉച്ചയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് സമയമായിക്കൊള്ളട്ടെ, ജീവിതത്തിൻ്റെ അകത്തെല്ലാം നഷ്ടപ്പെട്ടവരായി
ശത്രു നിന്നെ മുക്കിക്കളയുവാൻ പദ്ധതി ഒരുക്കി കടന്നു വരുമ്പോൾ ഒരു നിലനിൽപ്പിന് വേണ്ടി സ്വയം ബലിയാടായി തീർന്ന അവസരത്തിൽ നിങ്ങളായിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാലോചന പറയാം. നീ തകരത്തില്ല. നിന്നെ മെതിച്ചു കളയുവാൻ കടന്നു വന്ന ശത്രുക്കൾ ദൈവത്തിൻ്റെ പെട്ടകം നിന്നിലുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവർ ഭയപരവശരായി, ഇതുപോലൊരു ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെങ്ങനെ രക്ഷപ്പെടും? എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നിൻ്റെ പാളയത്തിൽ, ദൈവം നിൻ്റെ വിഷയത്തിൽ ഇറങ്ങി ദൈവം ആ കാര്യത്തെ ഏറ്റെടുത്താൽ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായിട്ടൊരടയാളം. ഫിലിസ്തീൻ പറഞ്ഞു, ഈ ദൈവം ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങ് വചനമയച്ച് ഞങ്ങളെ വേണ്ടി പ്രവർത്തിക്കണം. താഴ്മയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം സഹായിക്കും.